ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 5 വാക്യം. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. ജീവിതത്തിന്റെ ഏതൊരു പ്രവർത്തന മണ്ഡലങ്ങളിലും സൂക്ഷിക്കേണ്ട കാര്യങ്ങളുണ്ട്. ആപത്തിൽ നിന്നും, അനർത്ഥത്തിൽ നിന്നും, മരണത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനായാണ് ഈ അപകട സൂചനകൾ. കർത്താവ് യേശുക്രിസ്തു തന്റെ ശുശ്രൂഷയുടെ കാലയളവിൽ പല വിഷയങ്ങളും സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതായി നമുക്ക് കാണാം. മിന്നുന്നതെല്ലാം പൊന്നല്ല. പൊന്നാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? അത് മാറ്റു നോക്കി കല്ലിൽ ഉരച്ചു നോക്കണം. പേരിന്റെയും പ്രശസ്തിയുടെയും അടിസ്ഥാനത്തിൽ ദൈവവചനം പ്രസംഗിക്കപ്പെടുന്നതും എഴുതപ്പെടുന്നതും ശരിയാണോ എന്ന് ദൈവവചനവുമായി മാറ്റു നോക്കിയതിന് ശേഷമേ അത് ജീവിതത്തിൽ പ്രായോഗികമാക്കാവൂ. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെ തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. മത്തായി 24:11 നാം വായിക്കുന്നു. സത്യവേദ പുസ്തകത്തിൽ ഒരു കാര്യം 2 പ്രാവശ്യം എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. ക്രിസ്തുയേശു തന്നെ വീണ്ടും പറയുന്നു, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവീൻ. അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ ആകുന്നു. മത്തായി 7:15 നാം കാണുന്നു. നായ്ക്കളെ സൂക്ഷിപ്പീൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ. ഫിലിപ്പിയർ 3:2 നമുക്ക് കാണാൻ കഴിയും. കാലാകാലങ്ങളിൽ ദൈവത്തിന്റെ വചനത്തിന്റെ നിവൃത്തീകരണം എങ്ങനെ സംഭവിക്കും എന്നും അതിന്റെ അടിസ്ഥാനത്തിൽ നിന്നും നാം ദൈവത്തിൽ നിന്ന് ഉറപ്പും ധൈര്യവുമുള്ളവരായി ശക്തന്മാരായി ദൈവവചനം നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി മുൻപോട്ട് പോകുവാൻ പ്രഭാതത്തിൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അധർമ്മം പെരുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. മത്തായി 24:12 യേശുക്രിസ്തുവിന്റെ വരവിന് മുമ്പായി സംഭവിക്കേണ്ട ഒരു അടയാളമാണ് യേശു പറഞ്ഞ ഈ വചനം. കഴിഞ്ഞ കാലങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുടുംബത്തിലും സമൂഹത്തിലും സഭയിലും സ്നേഹബന്ധത്തിന്റെ അളവ് കുറഞ്ഞു വരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. 2 തീമോഥെയോസ് 3 നാം വായിക്കുന്നത് പോലെ അന്ത്യകാലത്ത് സംഭവിക്കുന്ന മാറ്റങ്ങൾ കാലങ്ങളായി വളരെ ശക്തമായി വെളിപ്പെട്ടു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എന്താണ് സ്നേഹം തണുത്തു പോകുന്നത്? അധർമ്മം പെരുകുന്നത് കൊണ്ടാണ് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്ന് തിരുവചനത്തിൽ കാണുന്നു. നിങ്ങൾ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ എൻ്റെ ശിഷ്യന്മാർ എന്ന് അറിയപ്പെടും. എങ്കിൽ ഈ കാലയളവിൽ നമുക്ക് സൂക്ഷിച്ച് ദൈവസഭയാകുന്ന തോട്ടത്തിൽ നാം ആക്കപ്പെട്ടിരിക്കുമ്പോൾ സൂക്ഷ്മതയോടുകൂടെ നമ്മുടെ ജീവിതത്തെ പരിശോധിച്ച് മുൻപോട്ട് പോകുവാൻ പ്രഭാതത്തിൽ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.